നമസ്കാരം, ട്രിവാൻഡ്രം പൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ തലസ്ഥാനത്ത് ഓണാഘോഷം അതിഗംഭീരമായി നടന്നു വരികയാണ്. തിരുവോണ ദിവസമായ 2025 സെപ്റ്റംബർ 5, 6, 7 എന്നീ തീയതികളിൽ വളരെ വിസ്മയമുളവാക്കുന്ന ഒരു ഡ്രോൺ ഷോ നടക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിന് മുകളിലായി ഏതാണ്ട് 250 അടി ഉയരത്തിലായി ഡ്രോണുകൾ ഒരുമിച്ച് ഉയർന്നു തീർത്ത ഈ വിസ്മയ ദൃശ്യങ്ങൾ കാണുവാനായി നൂറുകണക്കിന് പേരാണ് തലസ്ഥാന നഗരിയിൽ കാത്തുനിന്നത്. പ്രത്യേകം LED ലൈറ്റുകളൊക്കെ ഘടിപ്പിച്ച ഈ ഡ്രോണുകൾ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നും ഉയർന്നു പൊങ്ങുന്നതും അത് മുകളിൽ എത്തിയ ശേഷം വളരെ മനോഹരമായ രൂപങ്ങളായി മാറുന്നതുമൊക്കെ തിരുവനന്തപുരത്ത് ആദ്യമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു. ഈ LED ഷോയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അറിയുവാൻ കഴിഞ്ഞത് ഒരു മുൻനിര ഡ്രോൺ ടെക്നോളജി കമ്പനിയായ ബോട്ട് ലാബ് ഡൈനാമിക്സ് ആണ് ഈ ഷോ ഒരുക്കിയത് എന്നാണ്. ഇതേ ടീം തന്നെയാണ് 2022 ജനുവരി 29 രാഷ്ട്രപതി ഭവനിൽ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങിനായി 1000ഓളം ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഡ്രോൺ ലൈറ്റ് ഷോ സംഘടിപ്പിച്ചത്. കഥകളി, മോഹിനിയാട്ടം, കളരിപ്പയറ്റ്, വിഴിഞ്ഞം തുറമുഖം തുടങ്ങി കേരളത്തിൻ്റെ പ്രത്യേകത വിളിച്ചോതുന്ന നിരവധി സംഭവങ്ങൾ ആകാശത്ത് വളരെ മനോഹരമായി പല നിറത്തിൽ തെളിയുന്നത് കാണുന്നത് തന്നെ വലിയൊരു അത്ഭുതമുള്ള കാഴ്ചയായിരുന്നു. ഏതാണ്ട് 15-20 മിനിറ്റ് മാത്രമേ ഈ ഡ്രോൺ ഷോ ആകാശത്ത് ഉണ്ടായിരുന്നുള്ളൂ. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിന്റെ മറുഭാഗത്ത് കനകക്കുന്നിൽ ഓണാഘോഷത്തിനായി ഒഴുകിയെത്തുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും കാണുന്ന തരത്തിൽ ആകാശത്ത് ഈ വിസ്മയം തീർത്തപ്പോൾ അത് വളരെ കുറച്ചു സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന ഒരു പരിഭവം കൂടി പറയുകയാണ്. സർക്കാർ സംഘടിപ്പിച്ച ഈ ഓണാഘോഷത്തിന്റെ ഒരു മുഖ്യ ഹൈലൈറ്റായി ഈ ഡ്രോൺ ഷോ മാറിയിരിക്കുകയാണ്. തലസ്ഥാന ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി വ്യത്യസ്ത ഇനം കലാപരിപാടികളും സാംസ്കാരിക പരിപാടികളും ഒക്കെ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊത്തു തന്നെ അതിരൂക്ഷമായ ഗതാഗത നിയന്ത്രണവും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ ഒരു വശത്ത് ഗതാഗത കുരുക്കും രൂക്ഷമാണ്. എന്തായാലും ഓണമെന്ന് പറയുമ്പോൾ തലസ്ഥാന നഗരയിലെ ലൈറ്റുകൾ കാണുവാനും അതുപോലെ തന്നെ കലാപരിപാടികളൊക്കെ ആസ്വദിക്കാനുമായി ആബാലവൃദ്ധം ജനങ്ങളാണ് ഒത്തുചേരുന്നത്. തിരുവോണ ദിവസം കഴിഞ്ഞു വരുന്ന അടുത്ത ദിവസങ്ങളിൽ ഈ തിരക്ക് കൂടുവാനാണ് സാധ്യതയുള്ളത്. ഓണാഘോഷത്തിന്റെ വ്യത്യസ്തമായ കാഴ്ചകളുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.